ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ്. ഈ മത്തിക്കറി നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങ ഇട്ടിട്ടാണ്. ഇപ്പോൾ മാങ്ങ കിട്ടുന്ന സീസണാണല്ലോ, അപ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ തേങ്ങയൊന്നും അരക്കാതെ നല്ലൊരു കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മത്തിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് 6 വലിയ സൈസിലുള്ള മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള ഒരു മീഡിയം സൈസിലുള്ള പച്ചമാങ്ങ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നീളത്തിൽ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ കഷ്ണങ്ങൾ നമ്മുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് എടുക്കാം. മാങ്ങക്ക് പകരമായിട്ട് പുളിയോ വിനാഗിരിയോ വേണമെങ്കിൽ കറിയിൽ ഉപയോഗിക്കാം. ആദ്യം കറിക്കായിട്ടൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ടൊരു മൺചട്ടി ചൂടാക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. മൺചട്ടി ചൂടുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത്. ആദ്യം ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് എണ്ണ ചൂടാകുമ്പോഴേക്ക് 2 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടിപ്പോകരുത്, 2 നുള്ള് മതി. ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളി സോഫ്റ്റായി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ഒരു പിങ്ക് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അതും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടികളിട്ടതിന് ശേഷം 2-3 മിനിറ്റ് എണ്ണയിലിട്ട് വഴറ്റിയാൽ മതി. കൂടുതൽ സമയമൊക്കെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ പൊടിയുടെ കളർ മാറിപ്പോകും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്താൽ മതി. തക്കാളി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. തക്കാളി ഉടഞ്ഞു വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികൾ പെട്ടെന്ന് മൂത്ത് കളർ മാറി പോകാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി എല്ലാം ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരണം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മാത്രം ഇത് അരച്ചെടുത്താൽ മതി. വഴറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റാം. അരക്കാനായിട്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. മസാല നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിക്കുള്ള മസാല എല്ലാം എണ്ണയിൽ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. കൂടുതൽ സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തിട്ടുള്ള മസാലയാണ്. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് എണ്ണയിൽ നല്ലപോലെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മസാല അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കഴിഞ്ഞ് ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മാങ്ങ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിക്കാം. ഇനി സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറിയ ചാറോടുകൂടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. മീൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
മീൻ ചേർത്ത് കഴിഞ്ഞ് കറി നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് മൂടി വെച്ചൊരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം മൂടി മാറ്റി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്ക് മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് ചട്ടി കയ്യിലെടുത്ത് ചുറ്റിച്ചു കൊടുക്കണം. നല്ല വലിയ മത്തി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം കുക്ക് ചെയ്യണം. ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 12 മിനിറ്റ് കുക്ക് ചെയ്ത് ഇനി ചട്ടിയുടെ മൂടി മാറ്റി നോക്കാം. കറിയെല്ലാം പാകത്തിന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി റെഡിയായ കറിയുടെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ചട്ടി മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ സിമിലർ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്